അഡ്വക്കേറ്റ് ബലദേവ് അഴിമതിക്കാരനും അതുപോലെ മാഫിയ തലവനുമായിട്ടുള്ള കേജ്രിവാളിനെ സംരക്ഷിക്കുന്ന സമീപനം തന്നെയാണല്ലോ കോൺഗ്രസിനെ പോലെ തന്നെ അങ്ങനെ ഒരു സമീപനമാണല്ലോ ഇടതുപക്ഷത്തിനും, പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തിന്. ഇപ്പോൾ നോക്കൂ, പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഈ മൊസാദിൻ്റെയും അതുപോലെ ഈ KGBയുടെയും മാതൃകയിൽ ഒരു സ്പൈ, ഒരു സെമി മിലിറ്ററി ഓർഗനൈസേഷൻ പോലും അത് സൃഷ്ടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ പോലും ഇദ്ദേഹം നടത്തിയെന്നാണ് പറയുന്നത്. അതിനായിട്ട് ഈ വിരമിച്ച ചില ബ്യൂറോക്രാറ്റുകളെ, ഉദ്യോഗസ്ഥരെ, അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. അവർ മുഖേന രാജ്യത്തെ പല ഉന്നതരുടെയും ഫോൺ ടാപ്പ് ചെയ്തു, ചാരപ്പണി വളരെ സജീവമായിട്ട് നടത്തി തുടങ്ങിയ ആരോപണങ്ങൾ ആരോപണങ്ങളാണ്. പക്ഷേ അതൊക്കെ നിജമാണ് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മലയാളത്തിലെ മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല, എക്സെപ്റ്റ് ജനം. അഡ്വക്കേറ്റ് ബലദേവ്, ആടിനെ പട്ടിയാക്കുന്ന കഥയിലേക്ക് ഞാൻ വരാം. ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ ആദ്യം. ഈ വിഷയത്തിൽ ഗുരുബത്താൻ സിംഗ് പന്ന് എന്നാണ് തോന്നുന്നതിന്റെ പേര്. അദ്ദേഹമാണ് ഈ ഖാലിസ്ഥാൻ നേതാവ്. അദ്ദേഹം പറഞ്ഞത് 2014 മുതൽ 2022 വരെയുള്ള 8 വർഷ കാലയളവിൽ 133.54 കോടി രൂപ 1993 ഡൽഹിയിൽ നടന്ന ബോംബ് ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ദേവീന്ദർ ബുള്ളാർ എന്ന ഒരു ഖാലിസ്ഥാൻ തീവ്രവാദിയെ മോചിപ്പിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആ വീഡിയോ സന്ദേശത്തിലെ ഉള്ളടക്കം. അപ്പൊ അത് ഈ പണം കൊടുത്തു എന്ന് പറയുന്നതും ആദ്യത്തെ മീറ്റിംഗ് കൂടി എന്ന് പറയുന്നതും ന്യൂയോർക്കിലെ റിച്ച്മണ്ട് ഹിൽ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇവർ ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ സംഭവം 2014 പറഞ്ഞത്. ഇവിടെ ഇതിനകത്ത് ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഗുരുബത്താൻ സിംഗ് പന്നിനുള്ള പ്രത്യേകത, ഇന്ത്യൻ ബോൺ ആണെങ്കിലും അദ്ദേഹത്തിന് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഒന്ന് അമേരിക്കയും ഒന്ന് ഹലോ കേൾക്കാവോ? കേൾക്കാം. വേറെ ആരുടെ സൗണ്ട് ഓവർലാപ്പ് ചെയ്യുന്നു? കൃത്യം. അപ്പൊ അദ്ദേഹത്തിന് അമേരിക്കയിലോ കാനഡയിലോ 2 രാജ്യത്തും സിറ്റിസൺഷിപ്പ് ഉള്ള, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള വ്യക്തിയാണ് ഈ ഖാലിസ്ഥാൻ പറയുന്ന ആ നേതാവ് എന്ന് പറയുന്നത്. 6 ഫോർ ജസ്റ്റിസ് എന്നാണ് നേതാവ്. ഇതിനകത്ത് നിയമപരമായ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അതിനുശേഷം ഞാൻ ഇരുന്നപ്പോൾ ബി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യം കൊണ്ട് അതിലേക്ക് വരാം. അദ്ദേഹം ഈ ചർച്ച നടത്തിയെന്ന് പറഞ്ഞത് 2014-22 കാലഘട്ടങ്ങളിൽ ന്യൂയോർക്കിൽ വെച്ച് നടത്തിയെന്ന്, പണം വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചർച്ച നടത്തിയെങ്കിൽ 2013 ഡിസംബർ മാസം 28 അരവിന്ദ് കെജ്രിവാൾ ആദ്യമായിട്ട് ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ്. 2014 കുറച്ചു നാൾ പ്രസിഡൻഷ്യൽ ഭരണത്തിൽ പോയി. വീണ്ടും 2015 ഫെബ്രുവരി 14 മുതൽ അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയെ തുടങ്ങി. അപ്പോൾ ഈ സമയം 2014 മുതൽ ഈ പറയുന്ന 8 വർഷവും ഈ 22 വരെയുള്ള 8 വർഷവും കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അങ്ങനെ വിദേശത്തു നിന്ന് ഈ പണം വന്നിട്ടുണ്ടെങ്കിൽ 133.54 കോടി രൂപ. അത് പഞ്ചാബിലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു, അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ്, കേജ്രിവാളിന് മാത്രമല്ല, പഞ്ചാബ് മുഖ്യമന്ത്രി കൊടുത്തു. ഇവിടെ കോൺഗ്രസ് നേതാവ് ചോദിച്ചൊരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്, ഇവർക്ക് എങ്ങനെ മോചിപ്പിക്കാൻ കഴിയും? അതിനാരും മറുപടി പറഞ്ഞില്ല, ഒരിക്കലും പറയില്ല. ഒരു കാര്യം, ഖാലിസ്ഥാൻ വാദവുമായിട്ട് ബന്ധപ്പെട്ട ടെററിസ്റ്റ് ആക്ടിവിറ്റി ഇനി ഡൽഹിക്ക് ആഭ്യന്തരം ഉണ്ടെങ്കിൽ പോലും ടെററിസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് വരുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റു വകുപ്പുകളിലേക്ക് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഇത്രയും നാള് കേന്ദ്രം ഭരിച്ച BJP ഈ 2014 മുതൽ 2022 വരെ ഫോറിൻ എക്സ്ചേഞ്ച് ആക്ട് ഫെറ ലംഘനം വരുന്നുണ്ട്, PMLA വരുന്നു, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ഫെറയും മറ്റു കാര്യങ്ങൾ, കഫേ പോസ്റ്റ്, അത് വരെ ഇതിനകത്ത് വരാം. അപ്പൊ ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഈ നിയമങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇന്ത്യൻ എംബസികളെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബാങ്കുകളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഈ പണം എങ്ങനെ ഇദ്ദേഹത്തിന്റെ കൈകളിൽ വന്നുവെന്ന് അന്വേഷിക്കണ്ടേ? ഈ 2014 മുതൽ 22 വരെ ഇവിടെ ശ്രീ ബി ഗോപാലകൃഷ്ണനൊക്കെ പറഞ്ഞ ഇത്രയും ശക്തമായിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ടെന്ന് പറയുന്ന, എല്ലാം കണ്ടുപിടിക്കുന്ന ഇന്റലിജൻസ് ഈ ഖാലിസ്ഥാൻ വാദി, ഈ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന കാനഡയിൽ ഇരുന്നുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുന്ന വ്യക്തി പറയുന്നത് വരെ, ഈ 2024 ഈ മാർച്ച് മാസത്തിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പറയുന്നത് വരെ നിങ്ങളുടെ ഇന്റലിജൻസ് ബ്യൂറോക്ക് എന്ത് ചെയ്യുകയായിരുന്നു? ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ്, അത് മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന കാലയളവിലാണ് നടന്നതെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വിദേശ യാത്രകൾ വളരെ വ്യക്തമായിരിക്കണം, പരസ്യമായിരിക്കണം. രഹസ്യമായിട്ടൊരു മുഖ്യമന്ത്രിക്കോ പോകാൻ, ഒരു വ്യക്തിക്കും വിദേശത്ത് പോകാൻ പറ്റില്ല. മറ്റു വ്യക്തികളൊരു പാസ്പോർട്ടിൽ പോകുന്ന മുഖ്യമന്ത്രിക്ക് തീരാൻ പറ്റില്ല. ഒരു മുഖ്യമന്ത്രി വിദേശത്ത് എന്ന്, വിശേഷിച്ചും മറ്റൊരു രാജ്യത്ത് എന്ന് ഒരു ചാരസംഘടനയുമായിട്ട് ഇങ്ങനെ ചർച്ച നടത്തി അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ, ഇന്ന് പറഞ്ഞിരിക്കുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രിയുമായി, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കുറച്ചു നാളെയാണ്. അപ്പോൾ
ഈ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന ഏറ്റവും ശക്തമായ CBI-യും മിലിറ്ററി ഇന്റലിജൻസും മറ്റ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റായും ഒക്കെ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? നിങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് ഈ ഖാലിസ്ഥാൻ വാദി പറഞ്ഞപ്പോഴാണോ ഇന്ത്യയുടെ നരേന്ദ്രമോദിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇവരെ പറയുന്നത്? കേജ്രിവാളിനെ അറസ്റ്റ് അദ്ദേഹത്തിനൊന്നും ഞങ്ങൾക്ക് വെള്ളം പൂശേണ്ട കാര്യമൊന്നുമില്ല. ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഈ സംഭവം അറിയില്ലായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തോ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് അനാലിസിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന അത് കൈകാര്യം ചെയ്യുന്ന ഹോം മിനിസ്റ്റർക്ക് ഒന്നും ഒരു നിമിഷം ആ സ്ഥാനത്തിരിക്കാൻ അധികാരമില്ല. ആദ്യം ചെയ്യേണ്ടത് രാജിവെച്ച് പുറത്തു പോകണം. 8 വർഷം, 1-2 അല്ല, 2014 തുടങ്ങിയ ആ വീഡിയോയിൽ തന്നെ പറയും, ഈ 10 വർഷമായിട്ട് ഇതിനെക്കുറിച്ച് ഹരിശ്രീ ഇവിടുത്തെ ഇന്റലിജൻസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ ഇന്ത്യയിലെ ഇന്റലിജൻസ്? ഇന്ത്യയിൽ എന്താണ് പിന്നെ ഈ CBI മറ്റ് ഏജൻസികൾ വർക്ക് ചെയ്യുന്നത്? ഇന്ത്യ രണ്ടാമത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ചോളൂ. അതിനകത്ത് നമുക്കൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേജ്രിവാൾ അല്ല, ആരായാലും ശിക്ഷിക്കപ്പെടണം. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് എന്നാ ഇങ്ങനെ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്? ശരിയാ, ശ്രീ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു പുൽവാമ ആക്രമണത്തെ കുറിച്ച്. അതാണ് ഞാൻ അവസാനം കേട്ടത്. പുൽവാമ ആക്രമണത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസാരിക്കാൻ കാര്യം അനിൽ നമ്പ്യാർ പറയും ഞങ്ങൾ സബ്ജക്ട് ഡിബേറ്റ് ചെയ്യുന്നു. BJP നേതാവിന് നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നവർക്ക് സബ്ജക്ട് ഡിബേറ്റ് ചെയ്യാം. പുൽവാമ ആക്രമണത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താ? പാകിസ്ഥാൻ പാർലമെന്റിൽ ഒരു മന്ത്രി ഇതിനെക്കുറിച്ച് സംസാരിച്ചു വന്നു. അങ്ങനെ പാകിസ്ഥാൻ പാർലമെന്റിൽ ഞങ്ങളാണ് പുൽവാമ ആക്രമണം നടത്തിയെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയം ഉയർത്തിക്കൊണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ നിങ്ങൾ UN പോട്ടെ, UN-നകത്തൊക്കെ പലപ്പോഴും പക്ഷപാതപര കാര്യങ്ങൾ ഒരു വീറ്റോ ഒക്കെ വരും, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങളൊരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടോ? അന്തർദേശീയ തലത്തിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് പറയുന്നു. ആ വീഡിയോ ഉയർത്തിക്കൊണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇവര് തീവ്രവാദ രാഷ്ട്രമായിട്ട് പാകിസ്ഥാനെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാളിതുവരെ നിങ്ങളെ പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഇപ്പോൾ പറയുന്നത് എന്താ? പുൽവാമ ആക്രമണം. ഈ പുൽവാമ ആക്രമണം എന്ന് പറയുന്നത് 2019 ഫെബ്രുവരി മാസം 4-ാം തീയതി നടന്ന സംഭവമാണ്. CRPF ക്യാമ്പിലേക്ക് ആക്രമിച്ചത്. അതിനു മുമ്പ് 2016 ജാനുവരി 2-ന് പത്താൻകോട്ട് മിലിറ്ററി ക്യാമ്പ് ആക്രമിച്ചായിരുന്നു. ഇതിലൊക്കെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, വാജ്പേയി ഇന്ത്യ ഭരിക്കുമ്പോൾ 1999 ഡിസംബർ മാസം 24-ാം തീയതി ഇന്ത്യയുടെ ഒരു വിമാനം കൊണ്ടുവന്ന് രാജ്യ കണ്ടഹാറിലിറക്കിയതിന് 3 ഉഗ്ര തീവ്രവാദികളെ വിട്ടുകൊടുത്തവരാണ് BJP വാജ്പേയി പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ. എന്നിട്ടാ ഇവിടെ വന്നിരുന്നോണ്ട് പറയുന്നത് ഇന്ത്യയിൽ ഞങ്ങൾക്ക് BJPക്ക് മാത്രമേ ദേശസ്നേഹമുള്ളൂ. എന്ത് ദേശസ്നേഹമാണ്? പിന്നെ കേജ്രിവാളിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. ഒരുപക്ഷെ ഞാൻ അതിനെക്കുറിച്ച് തർക്കിക്കുന്നതല്ല. അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം. നിങ്ങൾ അഴിമതിക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ കേജ്രിവാൾ നിങ്ങളുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കി നിങ്ങളുടെ കൂടെ വന്നിരുന്നുവെങ്കിൽ, BJP മുന്നണിയുടെ ഭാഗമായിരുന്നെങ്കിൽ കേജ്രിവാളിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ. ഞാൻ നിരവധി ഉദാഹരണങ്ങൾ പറയാം. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഇരിക്കുന്ന അജിത് പവാർ, നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫട്നായിക്ക് ഞാൻ വീഡിയോ സന്ദേശമോ അല്ലെങ്കിൽ പത്രവാർത്തകളോ ഞാൻ ഇപ്പോൾ നമ്പ്യാർക്ക് B. ഗോപാലകൃഷ്ണൻ അയച്ചു തരാം. അതായത് വിദർഭ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ജലസേചന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് 30,000 കോടി രൂപയുടെ അഴിമതി നടത്തിയതിന് 27 കേസുകൾ രജിസ്റ്റർ ചെയ്ത അജിത് പവാറിനെ നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാക്കി ഇപ്പോൾ അജിത് പവാറുമായിട്ട് ചേർന്ന് ഭരിക്കുന്നത് എന്തേ? ED എന്തേ അന്വേഷിക്കാഞ്ഞേ? അപ്പോൾ നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ എഴുതി മാറും. അതുപോലെ തന്നെ ആസാമിലെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ അവിടുത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിനെതിരെ 100 കണക്കിന് അഴിമതി കൊണ്ടുവന്നു. ലോട്ടറി കേസ് ഉൾപ്പെടെ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം രേഖകൾ. സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ അയച്ചു തരാം. ആ ആസാം മുഖ്യമന്ത്രി നിങ്ങളുടെ കൂടെ വന്നപ്പോൾ നിങ്ങളുടെ അഴിമതി എല്ലാം മാറിയോ? എല്ലാം മാറിക്കഴിഞ്ഞു നിങ്ങളുടെ. അതുപോലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിരുന്ന രമൺ സിംഗ് പാവപ്പെട്ടവർക്ക് 2 രൂപയ്ക്ക് അരി കൊടുക്കുന്നതിന് 120 കോടി രൂപയുടെ അഴിമതി നടത്തി അദ്ദേഹം മാറി BJPയിൽ വന്നപ്പോൾ നിങ്ങളുടെ അഴിമതി മാറിയോ? പശ്ചിമ ബംഗാളിലെ ലോട്ടറി കേസുമായി ബന്ധപ്പെട്ട് ചിട്ടിക്കേസുമായി ബന്ധപ്പെട്ട ഒരു MP രാജിവെച്ച പേര് ഞാൻ ഓർക്കുന്നില്ല. BJPയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല? ED അറസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അഴിമതി കാണിക്കുന്നവര് രാജിവെച്ച് കേരളത്തിലോട്ട് ഞാൻ പറയുന്നില്ല. കേരളത്തിൽ കൊണ്ട് BJPയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ചിലര് അഴിമതി കാണിച്ചവര് നിങ്ങളുടെ ഈ കേരളത്തിലെ NDA മുന്നണിയിലുണ്ട്. അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകാതിരിക്കാൻ നിങ്ങളുടെ കൂടെ വന്ന് തിരിച്ചായിരുന്നെങ്കിൽ അവർ പലരും അകത്ത് ചെയ്ത് പോയത്. അപ്പോൾ അഴിമതി കാണിക്കുന്ന നിങ്ങൾ തന്നെ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഈ 3 പേരുടെ പേര് പറഞ്ഞത് നിങ്ങൾ തന്നെ അവര് കോൺഗ്രസിൽ നിന്നപ്പോൾ അഴിമതി കാണിച്ചു എന്ന് BJPയുടെ നേതാക്കന്മാര് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നായിക് പറഞ്ഞാണ്. അജിത് പവാറിന് ഇപ്പൊ കൈവെള്ളം വെച്ചോണ്ട് നടക്കാനില്ല. ഇപ്പൊ നിങ്ങൾക്ക് ED വേണ്ടേ? അപ്പൊ നിങ്ങൾ ED ഉപയോഗിച്ച് എന്തൊക്കെയാ ചെയ്യുന്നത്? നിങ്ങളുടെ മുന്നണിയിലേക്ക് ചേരാത്തവർക്ക് നിങ്ങൾക്കെതിരെ ആര് ശബ്ദം ഉപയോഗിക്കുന്നു? ശരിയാ, കേജ്രിവാൾ ഒരിക്കൽ പറഞ്ഞ നാ പടാ ലിഖാ ബീദ്. എന്താ അതിന്റെ അർത്ഥം?
ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തിയാണെന്ന് കേജ്രിവാൾ പ്രസംഗിച്ചു. നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചൊരു വാചകമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷെ അപ്പൊ അതുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞോട്ടെ പേരെ. അപ്പം നിങ്ങൾ ഇവിടെ വന്നിരുന്നോണ്ട് ഞങ്ങള് ദേശസ്നേഹികളാന്ന് പറയുമ്പോൾ ഒരു വിമാനം റാഞ്ചിക്കൊണ്ട് പോയപ്പോൾ ഉഗ്രവാദികളെ 3 തീവ്രവാദികളെ വിട്ടുകൊടുത്ത് 99-ൽ വാജ്പേയി. എന്നിട്ട് ഇവിടെ പുൽവാമ ആക്രമം അദ്ദേഹം തന്നെ പറയുന്നു പാർലമെന്റിൽ ചർച്ച ചെയ്തു എന്ന്. അതിനെതിരെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അന്തർദേശീയ കേസ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വന്നതിന്റെ കാര്യം എന്താ? ഇലക്ട്രൽ ബോണ്ട് എന്ന ഒരു സാധനം ഉണ്ടാക്കി കോടാനുകോടി രൂപ. അത് മാത്രമല്ല ചെയ്ത് എന്താ അതിന്റെ കണക്കുകളുണ്ട് വിശദമായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ എഡിറ്റോറിയലുണ്ടായി. ഇന്നലെയും മെനഞ്ഞാന്നുണ്ടായിരുന്നു. ഇവിടുത്തെ നേരത്തെ കോൺഗ്രസ് വക്താവ് പറഞ്ഞതുപോലെ ഇനീക്വാലിറ്റി, ഇന്ത്യയുടെ സമ്പത്ത് മൊത്തം വളരെ ചുരുക്കമായിട്ട് വരുന്ന ശതകോടീശ്വരന്മാരിലേക്ക് പോയി. ദരിദ്രൻ കൂടുതൽ ദരിദ്ര അദ്ദേഹം കുറെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം മൊത്തം നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എന്തൊക്കെയാ വികസനങ്ങൾ പറയുന്നത്? നിങ്ങൾ കുറച്ച് റോഡ് പണിഞ്ഞു, ഇൻഫ്രാസ്ട്രക്ചർ, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെ നിങ്ങൾ അഡ്രസ് ചെയ്തു? പിന്നെ മുമ്പ് ഗ്യാസിന്റെ കാര്യം ഇടയ്ക്കൂടെ വന്ന പേരെന്ന് പറഞ്ഞു. 2014 കോൺഗ്രസ് ഇറങ്ങി പോകുമ്പോൾ അന്തർദേശീയ തലത്തിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $117 ആയിരുന്നു. അന്ന് 65 രൂപ പെട്രോളിന്. ഇപ്പോൾ 80, ഇന്നലത്തെ വില 79.80 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില. പക്ഷെ ഡീസലിനും പെട്രോളിനും ഒക്കെ 100 രൂപ മുകളില. നിങ്ങൾ എന്ത് ഇവിടെ ചെയ്യുന്നത്? എന്നിട്ട് എന്താ പറയുന്നത്? എന്നിട്ട് നോട്ട് അടിച്ച് 16 ലക്ഷം രൂപ 2016 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 32 ലക്ഷം കോടി രൂപയുടെ നോട്ടുണ്ട്. റിസർവ് ബാങ്കിനെ കൊണ്ട് നോട്ടടിപ്പിച്ച് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട വി ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിന് പറയാമോ, നിങ്ങൾ എത്ര പേർക്ക് തൊഴിൽ, എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടോ, എത്ര പേർ തൊഴിൽ നൽകി? നിങ്ങൾ ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നും സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുത്ത് LIC, മഹാനവരത്ന കമ്പനികളും എയർപോർട്ടും എല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുത്ത് ഞങ്ങൾ 140 എയർപോർട്ട് പണിഞ്ഞു, ഞങ്ങൾ 15,000 കിലോമീറ്റർ റോഡ് പണിഞ്ഞു. ഇതൊക്കെ എന്തുവാ ചെയ്യുന്നത്? റിസർവ് ബാങ്കിനെ കൊണ്ട് നോട്ടടിപ്പിച്ചും വിദേശത്ത് NHA ഏറ്റവും വലിയ കടം വാങ്ങിച്ചിരിക്കുന്ന വിദേശങ്ങളിൽ നിന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കടം വാങ്ങിച്ച് ഇതൊക്കെ ചെയ്തിട്ട് മുടിയനായ പുത്രന്റെ പോലെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയുടെ അടിസ്ഥാന സമ്പത്തുകൾ വിറ്റ് നശിപ്പിച്ച് ഈ നാട് നശിപ്പിച്ചുകൊണ്ട് അതൊന്നും ചർച്ച ചെയ്യാതിരിക്കാനായിട്ട് ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ ദേശതലത്തിൽ ശ്രദ്ധ തിരിച്ചുവിടാൻ കേരളത്തിൽ നടക്കുന്നതിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല, സമയപരിമിതി കൊണ്ട്. അല്ല, അത് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഇപ്പോൾ ഡൽഹി മദ്യനയ അഴിമതി ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു. ഡൽഹി മദ്യനയ അഴിമതിയെ കുറിച്ച്, അതായത് അവിടുത്തെ ഉപമുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയുടെ നേതാവ് സിസോദിയ 14 മാസമായി അകത്ത് കിടക്കുകയാണ്. മാത്രമല്ല അവിടെയുള്ള മന്ത്രിമാരകത്ത് കിടക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും താങ്കൾക്കൊന്നും പറയാനില്ല. പലതവണ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും മാറി സമീപിച്ചു. പക്ഷേ അവർക്ക് ജാമ്യം കിട്ടിയില്ല. അതൊന്നും അഡ്വക്കേറ്റ് ബലദേവിന് ഒരു വിഷയമേ അല്ല. യെസ്, അഡ്വക്കേറ്റ് ബലദേവ്, ഒരു നിമിഷം. ഒരു കാര്യം, ഞങ്ങൾ ആ ഭരിച്ചിരുന്നെങ്കിൽ ഈ നരേന്ദ്രമോദി, അമിത്ഷായൊക്കെ ചിലപ്പോൾ ജീവിതകാലം മൊത്തം ജയിലിൽ കിടന്നത് ഈ കേസുകൾ വെച്ചോണ്ട്. റാഫേൽ ഉൾപ്പെടെ ഇങ്ങോട്ട് നിർത്താൻ, റാഫേൽ ഗുജറാത്ത് കലാപമൊക്കെ. എന്തായാലും അവരെ അകത്താക്കാനുള്ള ആംബിയർ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അഡ്വക്കേറ്റ് ബലദേവ്, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ഡോക്ടർ സാജു, ഇപ്പോൾ ഈ ഒരു വിഷയം, ഈ ഒരു ആരോപണം പന്നൂരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പക്ഷേ ആം ആദ്മി പാർട്ടി അതിൽ പ്രതികരിച്ചതായി കണ്ടിട്ടില്ല. വൈ? പന്നൂരിന്റെ ഈ ഒരു ആരോപണം അത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിയും. അതായത് 2014 മുതൽ 2022 വരെ ആം ആദ്മി പാർട്ടിക്ക് അല്ലെങ്കിൽ കേജ്രിവാളിന് 134 കോടി രൂപ കൊടുത്തു എന്നാണ് ആരോപിക്കുന്നത്. അതെന്റെ ചില പ്രിയ സുഹൃത്തുക്കൾ ഇവിടെ എടുത്തു പറയുകയുണ്ടായി. ആം ആദ്മി പാർട്ടിക്ക് പോലീസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മോചിപ്പിക്കാനുള്ള അവകാശമൊന്നും ആം ആദ്മി പാർട്ടിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 2022 വരെ പണം കൈപ്പറ്റി എന്ന ആരോപണം കൊണ്ടുവരുന്ന അവസരത്തിൽ തന്നെ നവംബർ 24, 2023 BJPയുടെ സ്പോക്സ് പേഴ്സണായ RP സിംഗ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറിന് എന്തിനാണ് കത്തെഴുതിയത്? ഈ വ്യക്തിയെ, ബുള്ളർ എന്ന വ്യക്തിയെ മോചിപ്പിക്കുവാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്ന് 26 നവംബർ 2023 BJP സ്പോക്സ് പേഴ്സൺ ഇങ്ങനെ ഒരു കത്ത് എഴുതിയെങ്കിൽ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് BJP ആണ്. ഈ പണം വാങ്ങിയില്ല, അത് എന്തുകൊണ്ടാണ് നിഷേധിക്കാത്തത്? എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല? അത് നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിഷേധിക്കുകയാണ്.
ആം ആദ്മിയുടെ സംസ്ഥാന വക്താവ് ഇത് നിഷേധിക്കുകയാണ്. അതിനൊരു ആധികാരികമായ രേഖകളല്ലേ കാണിച്ചത്? RP സിംഗ് എഴുതിയ കത്തല്ലേ തന്നിരിക്കുന്നത്? ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് ഇതിന്റെ പിന്നിൽ BJP ആണെന്നുള്ളതിന്? പിന്നെ ഗോപാലകൃഷ്ണൻജി ഒത്തിരി വ്യക്തിപരമായ ആരോപണങ്ങള് കേജ്രിവാൾജിക്കെതിരെ ചെയ്യുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോദി എന്ന് പറഞ്ഞാൽ വാക്കാണ്, കേജ്രിവാൾ എന്ന് പറഞ്ഞാൽ ചാക്കാണ്. ഇപ്പൊ ശരിക്കുള്ള ചാക്ക് ആരാണ് എന്ന് ഗോപാലകൃഷ്ണൻജി ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മോദിജി പറഞ്ഞ എന്തെങ്കിലും വാക്ക് ഇവിടെ ചെയ്തിട്ടുണ്ടോ? 15 ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് വരും, ഇന്ധന വില കുറയ്ക്കും, തൊഴിൽ തരും. പിന്നെ എന്തുമാത്രം ഇന്ത്യ 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 എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നരേന്ദ്രമോദിജി നടത്തിയത്. ഇതെന്തെങ്കിലും നടപ്പിലാക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? ഇവിടെ 5% വ്യക്തികളിലേക്ക് ഇന്ത്യയുടെ 60% സമ്പത്തും കൈമാറിയ ഈ ഒരു സ്ഥിതി അതെന്താണ് സംജാതമായത്? ചില വ്യക്തികളെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ? അല്ല ഡോക്ടർ സാജു, 14 മാസമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ മുൻ ഉപമുഖ്യമന്ത്രി എന്തുകൊണ്ട് ജയിലിന് പുറത്ത് ഇറക്കാൻ പറ്റുന്നില്ല? വ്യക്തമായിട്ട് പറയാം. ഇത് മദ്യനയ അഴിമതി കേസ് ആണെങ്കിൽ, ഞാൻ പറയുന്നു അഴിമതി കേസ് ആണെങ്കിൽ കേസ് എടുക്കേണ്ടിരുന്നത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അല്ലെങ്കിൽ CRPC ആക്ട് പ്രകാരമായിരുന്നു. പക്ഷേ ഇവിടെ കേസ് എടുത്തിരിക്കുന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 ആണ്. അതിന്റെ എന്തൊക്കെ അതിന്റെ കെട്ടുകെട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കും വളരെ വ്യക്തമാണ്. കാരണം ഒരാളെ ആരോപിച്ചാൽ മതി, കുറ്റാരോപിതനായ ഒരു വ്യക്തിയെ എത്ര നാൾ വേണമെങ്കിലും ജയിലിൽ അടയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻ ഈ PMLA ആക്ടിലുണ്ട്. അല്ല, കോടതി ഉണ്ടല്ലോ, കോടതി പോവാലോ. നിങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ കോടതിക്ക് ബോധ്യപ്പെട്ടില്ല എന്നാണോ? കോടതിയിൽ നടക്കട്ടെ, കോടതിക്ക് ബോധ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് വരാം. എനിക്ക് ചോദിക്കാനുള്ളത്, മദ്യനയം അതൊരു അഴിമതി കേസ് ആണെങ്കിൽ എന്തിന് PMLA ആക്ട് പ്രകാരം അരവിന്ദ് കെജ്രിവാളിനെ, സിസോദിയെയും ഒക്കെ അറസ്റ്റ് ചെയ്തു? അഴിമതിക്ക് വേണ്ടി നിങ്ങൾക്ക് മറ്റു പല നടപടികളിലേക്ക് നീങ്ങാമായിരുന്നല്ലോ. പിന്നെ ഇവിടെ ആരോപിച്ചിരിക്കുന്നത് എന്താണ്? 100 കോടി രൂപ സൗത്ത് ലോബിയിൽ നിന്ന് കൈപ്പറ്റിയെന്നാണ്. ഈ സൗത്ത് ലോബി എന്ന് പറഞ്ഞ ആരാണ്? 3 പേരാണ്. അതിലെ പ്രമുഖനായ വ്യക്തിയാണ് ശരത് ചന്ദ്ര റെഡ്ഡി. ഈ ശരത് ചന്ദ്ര റെഡ്ഡി ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പറഞ്ഞിട്ടുണ്ടല്ലോ, പണം കൊടുത്തു, കൈമാറി തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നുകൂടെ കേൾക്കാൻ പറ്റും. താങ്കൾ ഈ ചോദിച്ചത് കൊണ്ടാണ് വീണ്ടും എടുത്തു പറയുന്നത്. കാരണം 2022 മദ്യനയ കേസില് അറസ്റ്റിലാകുന്ന ഈ ശരത് ചന്ദ്ര റെഡ്ഡി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 5 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴിയായിട്ട് BJPക്ക് കൊടുത്തു. അടുത്ത ദിവസം തന്നെ അദ്ദേഹം കോടതിയെ അപ്രോച്ച് ചെയ്യുകയാണ്. എന്താണ്? അദ്ദേഹത്തെ ഒരു സാക്ഷിയായി, മാപ്പ് സാക്ഷിയായിട്ട് പ്രഖ്യാപിക്കണം. മാപ്പ് സാക്ഷിയായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇലക്ട്രൽ ഫണ്ട് വഴിയായിട്ട് BJPക്ക് എത്ര കോടിയാണ് ലഭിച്ചത്? 60 കോടി. അല്ല, അതുകൊണ്ട് കേജ്രിവാളും സിസോദിയയും വാങ്ങിയത് അത് അംഗീകരിക്കുകയാണോ, ന്യായീകരിക്കുകയാണോ താങ്കൾ? ആണോ? ഇത് കൊടുത്തെന്നുള്ളതിന്റെ തെളിവെന്ത്? പറഞ്ഞല്ലോ, കൊടുത്തവർ പറഞ്ഞല്ലോ, ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചതല്ലേ ഇത്? അതുകൊണ്ടാണല്ലോ ഞാൻ ഒരു തെളിവ് പറയാം. ഈ ശരത് ചന്ദ്ര റെഡ്ഡി വീണ്ടും ഒരു കേസ് കൊണ്ടുണ്ട്, റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് 2020 വേറെ സംഭവമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നതാണ്, അതായത് 10 കോടി രൂപ കൂടി BJPക്ക് കൊടുത്തു എന്ന ഒരു വസ്തുതയാണ് ഇവിടെ തെളിവാകുന്നത്. അതിൽ എഴുതിയിരിക്കുകയാണ്, I thank Aravind Pharma for responding to the clarion call given by Honorable Prime Minister Sri Narendra Modi ji and donating 10 crores to the PM Cares Fund. ഇത് കൊടുത്തിരിക്കുന്ന ആരാ? അരവിന്ദ് ഫാർമ, ശരത് ചന്ദ്ര റെഡ്ഡി. എന്ന് പറഞ്ഞാല് BJPക്ക് ഇങ്ങനെ പല തവണകളായിട്ട് സമ്പത്ത് നിങ്ങളുടെ പാർട്ടിക്ക് കിട്ടിയില്ലേ? കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കേട്ടത്, ഈ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതേ വ്യക്തിയെ കൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ സാക്ഷി പറയിപ്പിക്കുകയാണ്. തുടക്കത്തിൽ പ്രതിയായിരുന്ന വ്യക്തിയാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെ രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ മകുണ്ട രാഘവ്, ഈ സൗത്ത് ലോബിയിലെ ഈ മകുണ്ട രാഘവ് ഇന്ന് NDA സ്ഥാനാർത്ഥിയായിട്ട് ആന്ധ്രാപ്രദേശിൽ മത്സരിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? അരവിന്ദ് കെജ്രിവാളിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ആ ഒരു വ്യക്തി ഇന്ന് NDA സ്ഥാനാർത്ഥിയാണ്. എന്തടിസ്ഥാനത്തില്? മൂന്നാമത്തെ വ്യക്തിയാണ് കെ കവിത ഇന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, ഇത് രാഷ്ട്രീയ ആരോപിതമായ അഴിമതി കേസാണ്, രാഷ്ട്രീയം മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇതിൽ കൂടുതലൊക്കെ എന്ത് തെളിവാ വേണ്ടത്? പിന്നെ BJP ഇപ്പൊ പറയുകയുണ്ടായി, അതായത് കേജ്രിവാളിന്റെ ചൂലുപയോഗിച്ച് കേജ്രിവാളിനെ അടിക്കും, അല്ലെങ്കിൽ ആം ആദ്മി പ്രവർത്തകരെയൊക്കെ അടിച്ചു മാറ്റുമെന്നുള്ളത്. പക്ഷെ നിങ്ങൾ കാത്തിരുന്നോളൂ,
ആം ആദ്മി പാർട്ടിയുടെ ചൂല് എന്ന് പറയുന്നത് അഴിമതിക്കാരെ ഈ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ളതാണ്. അതിന് ശക്തമായിട്ട് തന്നെ ആം ആദ്മി പാർട്ടി മുന്നിൽ നിൽക്കും. ഡോക്ടർ സാജു, അന്നാ ഹസാരെ പോലും തള്ളി പറഞ്ഞല്ലോ മദ്യനയ അഴിമതി. അത് ആ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞല്ലേ ഇത് അഴിമതിയിലേക്ക് പോവുകയാണ് എന്ന് ഉപദേശിച്ചതാണ്. പക്ഷെ അന്നത് കേട്ടില്ല എന്ന് അന്നാ ഹസാരെയല്ലേ പറഞ്ഞത്. അന്നാ ഹസാരെ നിങ്ങൾ തള്ളി പറയാണോ? അണ്ണാ ഹസാരയെ ഞങ്ങൾ തള്ളി പറയുക തന്നെ ചെയ്യും. കാരണം അണ്ണാ ഹസാരെ എന്ന വ്യക്തി BJPയുടെ ഒരു ഏജന്റ് ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ കോൺഗ്രസ് ഗവൺമെന്റിനെതിരെയുള്ള സമരത്തിന് അത് കേജ്രിവാൾ മുന്നോട്ട് വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നതാണ്. അല്ലാതെ അഴിമതിക്കെതിരെയുള്ള സമരത്തിന് വേണ്ടി അല്ല അണ്ണാ ഹസാരെ വന്നത്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി BJPക്ക് വേണ്ടി ചാരപ്പണി നടത്തുകയാണ്. അപ്പൊ ഡോക്ടർ സാജു, താങ്കൾ നേരത്തെ പറഞ്ഞ സത്യപാൽ മാലിക് ഉണ്ടല്ലോ, അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ കാശ്മീരിലെ, അദ്ദേഹത്തിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പുൽവാമ ആക്രമണത്തെ കുറിച്ച് പറഞ്ഞത്. ഈ സത്യപാൽ മാലിക് നിങ്ങൾ നിയമിച്ച നിങ്ങൾ അന്നാ ഹസാരെ ഇപ്പൊ തള്ളി പറയുന്നു. അപ്പൊ സത്യപാൽ മാലിക്കിനും ഒരു അജണ്ടയുണ്ടായിരുന്നു. ആ അജണ്ട നടപ്പിലാവാതെ വന്ന സമയത്ത് അദ്ദേഹം പുൽവാമ എടുത്തിട്ടു എന്നുള്ളതാണ്. ശരിയാണ്. ഇപ്പൊ അല്ല, BJP സർക്കാർ നിയമിച്ചതാണ്. അതെ, BJP സർക്കാർ നിയമിച്ചതാണ്, ശരി തന്നെ. പക്ഷെ അദ്ദേഹത്തിന് ഒരു അജണ്ടയുണ്ടായിരുന്നു. ആ അജണ്ട അദ്ദേഹത്തെ നടപ്പിലാക്കാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം ഈ വിഷയം എടുത്തിട്ടു. സ്വാഭാവികം. ഇപ്പൊ നിങ്ങള് ഈ ഇങ്ങനെയൊരു പ്രസ്ഥാനത്തിന്, ആം ആദ്മി പാർട്ടി എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത അണ്ണാ ഹസാരെ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അണ്ണാ ഹസാരെ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ നടപടികള് അത് വ്യത്യസ്തമായിരുന്നുകൊണ്ട് തന്നെയാണ് തള്ളിപ്പറയുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ഇവരെല്ലാം ചോദിക്കുന്നത് ഈ പന്നൂന്റെ ആരോപണങ്ങളിൽ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതാണ്. അന്വേഷണം നടത്തുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ BJP തന്നെ ഇറക്കിയിരിക്കുകയാണ് പന്നൂനെ എന്ന ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഈ 3 പാനലിസ്റ്റുകളും പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു രസകരമായ കുറേ നേരം 3 പേര് സംസാരിച്ചു, അതുകൊണ്ട് സംസാരിക്കാൻ സമയം തന്നാൽ പറയാം. ഒരു രസകരമായ പുതിയ നരേറ്റീവ് മലയാളം മീഡിയ കൊടുത്തിട്ടുണ്ട്. വളരെ രസകരമായ ഒരു നരേറ്റീവാണ്. അതായത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയെ അപ്രധാനമാക്കുവാൻ വേണ്ടിയാണ് ഈ സമയത്ത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി രാഹുൽ ഗാന്ധി അപ്രധാനമാവുകയും കെജ്രിവാൾ ഹീറോ ആവുകയും പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലേക്ക് കെജ്രിവാൾ ഉയർന്നു വരികയുമാണ്. കെജ്രിവാളിന് ഒരു RSS പശ്ചാത്തലമുണ്ട്. പുതിയ നരേറ്റീവാണ്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഞാൻ വിഷയത്തിൽ ഊന്നിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഇടയിൽ കയറി സംസാരിക്കല്ലേ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന ആളല്ലേ, ഇടയിൽ കയറി സംസാരിക്കുന്നതിന്. അപ്പോൾ പുതിയ നരേറ്റീവ് വന്നിരിക്കുകയാണ്. കെജ്രിവാൾ RSS ആണ്. അപ്പോൾ ഇത് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ അപ്രധാനമാക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ നരേറ്റീവാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നരേറ്റീവുകൾ ഇവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നരേറ്റീവ് എന്ന് പറയുന്നത് ഭീകരവാദ പ്രസ്ഥാനവുമായി BJPക്ക് നേരത്തെ ഇവിടെ ബൽദേവ്, അദ്ദേഹത്തോട് ഞാൻ പറയാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തോട് എനിക്ക് വളരെ ഇഷ്ടമാണ്, നല്ല വക്കീലാണല്ലോ, ഒരു സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ ബൽദേവ് പുൽവാമയുടെ വിഷയം ഞാനല്ല പറഞ്ഞത്, അത് ബൽദേവ് വരുന്നതിന് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ആദ്യം പറഞ്ഞത് ഈ കെജ്രിവാളിൻ്റെ പാർട്ടിയുടെ ആളാണ്. അതുകൊണ്ടാണ് ഞാനതിന് മറുപടി പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ ഈ വിഷയത്തിൽ പുൽവാമ വിഷയം കയറ്റിക്കൊണ്ടുവന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ താങ്കളൊരു കാര്യം പറഞ്ഞു, പുൽവാമയുടെ വിഷയത്തിൽ അങ്ങനെയാണ് ഇൻ്റർനാഷണൽ കോർട്ടിൽ ഒരു പരാതി കൊടുത്തുവന്ന്. എന്ത് വിട്ടുതരാ സാർ, നിങ്ങളൊരു വക്കീലല്ലേ, പൊതുമാന്യതയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതല്ലേ. ലോകത്തെ ഏതെങ്കിലും ഒരു ശക്തി ഇൻ്റർനാഷണൽ രംഗത്ത്, നീതി നിർവഹണ രംഗത്ത്, ഇൻ്റർനാഷണൽ കോർട്ടിൽ, രക്ഷാസമിതിയിൽ ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പുൽവാമയടക്കമുള്ള വിഷയത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനെതിരെ അതിശക്തമായ ഭീകരവാദത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഇന്ത്യയെ ലോകം മുഴുവനും അംഗീകരിച്ച എത്രയോ പ്രമേയങ്ങൾ, എത്രയോ ചർച്ചകൾ, ഐക്യരാഷ്ട്രവേദികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും താങ്കൾ അറിയാതെ പോയി എന്ന് പറയുമ്പം എനിക്ക് വളരെ സഹതാപമുണ്ട്. അല്ല, താങ്കൾ പലതും അറിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തേളിൻ്റെ ചിഹ്നത്തിലോ ഈനാമ്പേച്ചിയുടെ ചിഹ്നത്തിലോ മരപ്പട്ടിയുടെ ചിഹ്നത്തിലോ വോട്ട് ചെയ്യേണ്ട ഗതികേടിലേക്ക് മാറും CPM. അപ്പോൾ താങ്കൾ പലതും അറിയില്ല.
ആ ഈനാമ്പേച്ചിയുടെയും തേളിൻ്റെയും മരപ്പട്ടിയുടെയും ഒക്കെ പേരിൽ അതിൻ്റെയൊക്കെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഉപ്പുവെച്ച കലം പോലെ തകർന്നു പോയ പാർട്ടിയുടെ വക്താവാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ പാർട്ടി ആ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥയാണ് ഈ പരിതാപകരമായ അവസ്ഥ. നിങ്ങൾക്ക് വിഷമമുണ്ടാവും, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. 4 സീറ്റിന് വേണ്ടിയാണ് നിങ്ങൾ ഗുസ്തി പിടിക്കുന്നത്. നിങ്ങൾക്ക് വല്ലാത്ത ഇല്ല ഞാൻ സംസാരിക്കട്ടെ, സമയമില്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ. സമയമില്ല, ഇല്ല അനുവദിക്കില്ല. ഒരു തെറ്റും തിരുത്താനില്ല. വലിയൊരു തെറ്റ് പറഞ്ഞാൽ തിരുത്താനോ ഭാവിയിൽ ഞാന് ഒരു തെറ്റും പറഞ്ഞിട്ടില്ല. ഞാൻ തിരുത്തിക്കോട്ടെ, ഞാൻ തിരുത്തി. വലിയ നേതാക്കന്മാർ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരും നിങ്ങളൊന്ന് പറയട്ടെ. പ്രതിപക്ഷ ഞാൻ പറഞ്ഞു AKG പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിട്ടില്ല. പലരും പറയുന്ന ഒരു വലിയ നിങ്ങൾ അല്ല ചേട്ടൻ, ഞാൻ പറഞ്ഞു തീരട്ടെ. AKG ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടിയെ, ഇന്ത്യയുടെ പ്രതിപക്ഷമായിരുന്നോ അല്ലയോ, പ്രതിപക്ഷ നേതാവായിരുന്നോ അല്ലയോ? ഇന്ത്യയുടെ എന്റെ സമയം കളയാൻ വേണ്ടി ഇടയിൽ വരരുത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു AKG. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. അവിടെ കിടക്കട്ടെ. എനിക്ക് AKGയെ കുറിച്ച്, AKGയുടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഞാനൊന്ന് പറയട്ടെ മിസ്റ്റർ. നമുക്കത് പരിശോധിക്കാം. പ്രതിപക്ഷ നേതാവായിരുന്നോ ഇല്ലയോ എന്നുള്ള പരിശോധിക്കാം. അല്ലെന്ന് ഞാൻ പറയട്ടെ. അതൊക്കെ പലതേ പ്ലീസ്. സമയമില്ല സാർ. ഞാനൊന്ന് പറയട്ടെ. ഞാനൊന്ന് പറയട്ടെ. ഇതൊരു മര്യാദകളല്ലേ? നിങ്ങൾ എന്നെ കൊണ്ട് സംസാരിപ്പിക്കാതെ ഇത്ര ഈ സമയം കളയാൻ വേണ്ടിയല്ലേ നിങ്ങളെ കാണിക്കുന്നത്? നിങ്ങളെ ഞാൻ തെറ്റ്, ശരി, ഞാനങ്ങ് തെറ്റ് സമ്മതിച്ചു. ഇനിയെങ്കിലും ഉണ്ടായിരിക്കും നിങ്ങൾ. ഞാനങ്ങ് തെറ്റ് സമ്മതിച്ചു. AK ഗോപാലൻ ആരായിരുന്നു എന്നുള്ളത് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. AK ഗോപാലൻ എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാം കൃത്യമായിട്ടുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന AK ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞ തെറ്റാണ്, അത് തെറ്റായിട്ട് അവിടെ കിടന്നോട്ടെ. പക്ഷെ എന്നെ പറയാൻ അനുവദിക്കും. നിങ്ങൾ ദേശീയതയ്ക്ക് B ഗോപാലകൃഷ്ണൻ വന്നിരുന്ന BJP ദേശീയത, അതേന്ന് ഞങ്ങൾ ദേശീയ പ്രസ്ഥാനമാണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് കരിദിനമായി ആചരിച്ചവരല്ലേ നിങ്ങൾ? കമ്മ്യൂണിസ്റ്റുകൾ, മാർക്സിസ്റ്റുകൾ, CPIയും CPMും അന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഇന്ത്യ 17ആയി വിഭജിക്കണമെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? നിങ്ങൾ സംസാരിക്കല്ലേ ഇടയിൽ? നിങ്ങൾ സംസാരിക്കല്ലേ? നിങ്ങൾ ഇന്ത്യയെ 2ആയി വിഭജിക്കണം എന്ന് പറഞ്ഞോ മൗണ്ട് ബാറ്റനോട് 17ആയി വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടവരല്ലേ? നിങ്ങൾക്ക് വിഷമം എന്തിനാണ്? നിങ്ങൾക്ക് ഇന്ത്യ എന്ന വികാരമില്ലാത്തവരല്ലേ? നിങ്ങൾക്ക് ഇന്ത്യ എന്ന വികാരമുണ്ടോ? നിങ്ങൾ മിണ്ടാതിരിക്കുന്ന സ്വാതന്ത്ര്യ സമരമൊക്കെ ഞാൻ പിന്നെ പറയാം. നിങ്ങളിവിടെ ഒരു മാന്യത കാണിക്കും. ഒരു വക്കീലല്ലേ ഞാൻ? നിങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടിയില്ലല്ലോ. ഈ സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് ഒറ്റിക്കൊടുത്തവരല്ലേ നിങ്ങൾ? ആ ബ്രിട്ടീഷുകാരൻ്റെ വെള്ളി നാണയത്തിൻ്റെ പിന്നാലെ പോയവരല്ലേ നിങ്ങൾ? സുഭാഷ് ചന്ദ്രബോസിനെ ചെരുപ്പ് കുത്തിയെന്ന് വിളിച്ചവരല്ലേ നിങ്ങൾ? വാർധയിലെ കള്ളദൈവമെന്ന് മഹാത്മാഗാന്ധിയെ വിളിച്ചവരല്ലേ നിങ്ങൾ? ഈ രാജ്യത്തെ 17ആയി വിഭജിക്കണമെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? നിങ്ങൾ 1947 ഓഗസ്റ്റ് 15 കരിദിനം ആചരിച്ച നിങ്ങൾ, വാസ്തവത്തിൽ നിങ്ങളുടെയൊക്കെ ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കേണ്ടതാ. നിങ്ങളെ ഒന്നും തെരഞ്ഞെടുപ്പിലല്ല, നിങ്ങളെയൊക്കെ നിരോധിക്കേണ്ട സംഘടനയാണ്. പക്ഷേ ഈ നാട്ടിൽ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ നിലനിന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ 2-3 ആളുകൾ പലതും പറഞ്ഞതിന് എല്ലാം എനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞു എന്ത് വികസനം നടത്തി? ജി സുധാകരനോട് പോയി ചോദിക്ക്. പിന്നെ നിങ്ങളുടെ പിണറായി വിജയന്റെ മരുവാനില്ലേ റിയാസ്, അയാളോട് പോയി ചോദിക്ക്. കഴിഞ്ഞ ദിവസം അയാളുടെ വാർത്ത വന്നിട്ടുണ്ട്, ജി സുധാകരന്റെ വാർത്തയുണ്ട്. ഈ കേരളത്തിൽ 40 വർഷമായി നടക്കാത്ത ഹൈവേയുടെ വികസനം, ഈ കേരളത്തിൽ ചെറുപ്പക്കാർക്ക് മുദ്രാ ലോൺ 3233 കോടി മുദ്രാ ലോൺ കൊടുത്തു. നിങ്ങളുടെ DYFയുടെ നേതാക്കന്മാർ അടക്കം സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു രാജ്യം, അത് ഈ 10 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദിയുടെ ഇന്ത്യ. നിങ്ങൾ എന്താ വിചാരിച്ച് ഇന്ത്യ ലോകത്തിന് 5ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി? ഇപ്പം നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എന്താ? 60% ജനങ്ങൾ പട്ടിണിയാ. ചങ്ങാതി 10 കൊല്ലമായിട്ടുള്ളൂ മോദി ഭരിച്ചിട്ട്.
നേരത്തെ അനിൽ നമ്പ്യാർ ചോദിച്ച ചോദ്യ, നിങ്ങൾ 60 വർഷം ഭരിച്ചവരല്ലേ? ഈ 60 വർഷം ഭരിച്ചപ്പോൾ നിങ്ങൾക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ പറ്റിയില്ല, നല്ലൊരു കക്കൂസ് കൊടുക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക്. കക്കൂസ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക്. നിങ്ങളാണ് ഇവിടെ വന്നത് കഥാപ്രസംഗം പറയുന്നത്. ഒരു മര്യാദ വേണ്ട ചങ്ങാതി. ഈ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്വം നെഹ്റു കുടുംബത്തിനല്ലേ? എന്നിട്ട് നിങ്ങളിപ്പോ ഇവിടെ വന്ന് പറയുകയാണ് അതൊക്കെ നരേന്ദ്രമോദിയാ. ഫാസിസത്തെ കുറിച്ച് നിൽക്കെ ഒരു മിനിറ്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു മിനിറ്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഫാസിസത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ പറയാമെന്ന്. ഫാസിസത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? ഫാസിസം എന്ന് പറഞ്ഞാൽ കുടുംബാധിപത്യമാണ് അതിന്റെ ഒന്നാമത്തെ മുദ്ര. ഒരു കുടുംബത്തെ വെച്ച് ഇന്ത്യയെ വിലപേശിക്കൊണ്ടിരിക്കുന്നവരല്ലേ നിങ്ങൾ? ആ ഗാന്ധി എന്നുള്ള യഥാർത്ഥ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുമായി പുലബന്ധമില്ലാത്തവര് ഗാന്ധിയുടെ പേരും പറഞ്ഞ് നടക്കല്ലേ നിങ്ങൾ? നിങ്ങളാണ് ഇപ്പൊ ഇവിടെ വന്നിരുന്നിട്ട്. വാസ്തവത്തിൽ കെജ്രിവാളിന്റെ വിഷയത്തിൽ ആദ്യം പത്രസമ്മേളനം നടത്തിയത് ആരാ? അജയ് മാക്കനല്ലേ? അജയ് മാക്കനല്ലേ? നിങ്ങൾക്ക് ഒരു വിവരമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ചോദിക്കുന്നത് എന്താ? എങ്ങനെയാണ് ഇപ്പോ മറ്റേ ED വരുന്ന കരുവന്നൂരിൽ ED വന്നത് എങ്ങനെയാ? ആപ്പിന്റെ നേതാവിനോടൊരു ചോദ്യം. കരുവന്നൂരിൽ ED വന്നത് എങ്ങനെയാ? അഴിമതി പണം അക്കൗണ്ടിലേക്ക് പോയാൽ ED വരും. അഴിമതി പണം അക്കൗണ്ടിലേക്ക് പോയാൽ ED വരും. അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ. അത് അറിയില്ലെങ്കിൽ നിങ്ങൾ പറ. അജിത് പവാറിനെ അല്ല. ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ കൂടെ ഞാന് ബൽദേവിനോട് ചോദിക്കട്ടെ. അല്ല, ബൽദേവിനോടൊരു ചോദ്യം ചോദിക്കട്ടെ. ബൽദേവേ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഏതിനാ മറുപടി പറയണ്ടേ? അല്ല, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ സമയമില്ല. സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ ചർച്ച നടത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദയവേത് പാനലിസ്റ്റുകൾ എന്നോട് സഹകരിക്കുക. സമയം അതിക്രമിച്ചു. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും